ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിത്രങ്ങൾക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, അതിന് ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ, ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഇഷ്ടമായാൽ, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ചിത്രങ്ങൾ വരച്ച് അതിനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ ഇങ്ങനെയാണ്. സോഫ്റ്റ്, മിഡില്, ഹാർഡ്, ഈ ഒരു മെത്തേഡാണ് ചിത്രങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോഫ്റ്റ് എന്ന് വെച്ചാൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ ലൈറ്റ് വരുന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ ഷെയ്ഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. നോക്കുക, ചെറിയ രീതിയിൽ. മിഡിൽ എന്ന ഭാഗം ചെറിയ രീതിയിൽ ലൈറ്റ് ഡിമ്മായി വരുന്ന ഭാഗങ്ങൾ കുറച്ചുകൂടെ ഹാർഡായിട്ട്. അതുപോലെ ഹാർഡ് എന്നുള്ള ഭാഗം ലൈറ്റ് തീരെ ഏൽക്കാത്ത ഭാഗങ്ങൾ ഹാർഡ്. നോക്കുക, 3 ടോണുകളാണ്: സോഫ്റ്റ്, മിഡില്, ഹാർഡ്. അതിൽ സോഫ്റ്റ് ലൈറ്റായി ഷെയ്ഡ് ചെയ്യുന്നു, മിഡില് അല്പം കൂടെ ഹാർഡായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു, അതുപോലെ ഹാർഡ് നല്ല തിക്കായിട്ട് ഷെയ്ഡ് ചെയ്യുന്നു. ഈ 3 രീതികളാണ് ഡ്രോയിങ്ങിനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്കിനി കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ്, മിഡില്, ഹാർഡ്, ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ വലിയ കലാകാരനോ ചിത്രകാരനോ ആയതുകൊണ്ടല്ല, എനിക്ക് അറിയുന്ന ചില കാര്യങ്ങൾ ഈ ഒരു മീഡിയയിൽ കൂടെ പങ്കുവെക്കുന്നു. ഒത്തിരി കുറവുകളുണ്ടാകും, അതൊക്കെ ക്ഷമിക്കുക. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ചില മെത്തേഡുകളാണ് ഞാൻ ഇവിടെയും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു ചിത്രത്തിന് ആവശ്യം ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ്. ഏതൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിലും നമുക്ക് അതിന് ലൈറ്റും ഷെയ്ഡും കൊടുക്കണം. അപ്പോൾ ആ ചിത്രം ജീവനുള്ള ചിത്രമായിട്ട് മാറും. അപ്പോൾ ആ ചിത്രങ്ങൾക്ക് ജീവൻ തുടിക്കുന്നത് ലൈറ്റും ഷെയ്ഡും ഒക്കെ കൊടുക്കുമ്പോഴാണ്. ഉദാഹരണം, ഒരു ബൾബ് നമ്മൾ തെളിയിക്കുമ്പോൾ അതിൽ നിന്ന് ലൈറ്റ് പുറപ്പെടുന്നു. ആ ലൈറ്റ് ചെന്ന് പതിക്കുന്ന ഭാഗങ്ങൾക്ക് 3 പശ്ചാത്തലമുണ്ടാകും, 3 അവസ്ഥകളുണ്ടാകുന്നു. ആ ലൈറ്റും ഷെയ്ഡും ഉണ്ടാകും. നമ്മളൊക്കെ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്താൽ മനോഹരമാകാറുണ്ട്. അതുപോലെ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് നമ്മൾ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അതാണ് സോഫ്റ്റ്, മിഡില്, ഹാർഡ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമുക്ക് നോക്കാം. ഒരു ബോക്സ് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഒരു ഇഷ്ടികയുടെ രൂപത്തിൽ ഒരു ബോക്സ് ഇവിടെ വരയ്ക്കുകയാണ്. ഞാൻ കാണാൻ കഴിയും, ഒരു ബോക്സ് ഇവിടെ വരയ്ക്കുകയാണ്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, ഒരു ബോക്സ്. ഇനി ഇതിലേക്ക് നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊണ്ടുവരണം. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ബൾബ് ലൈറ്റ് നമുക്ക് കൊടുക്കാം. ഈ ഭാഗത്ത് കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഈ ഭാഗത്ത് കൊടുക്കാം, എവിടെയും കൊടുക്കാം. ഞാൻ ഈ ഭാഗത്താണ് ലൈറ്റ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ഈ ഭാഗത്താണ് ലൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഷെയ്ഡ് എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഞാൻ ലൈറ്റ് വരുന്ന ഭാഗത്ത് അവിടെ സോഫ്റ്റ്, അല്പം ലൈറ്റ് ഏൽക്കുന്ന ഭാഗത്ത് മിഡില്, അവിടെ അല്പം ലൈറ്റ് കളർ കൂട്ടി കൊടുക്കുന്നു. ലൈറ്റ് ഏൽക്കാത്ത ഭാഗത്ത് ഹാർഡ്, അവിടെ നമ്മളെടുക്കുന്ന കളറിൻ്റെ ഡീപ്പായിട്ടുള്ള ഹാർഡായിട്ടുള്ള കളർ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. നിങ്ങൾ ശ്രമിച്ച് നോക്കുക. ഇപ്പോൾ കാണാൻ കഴിയും, മിഡിൽ ഭാഗത്ത് ഞാൻ ഷെയ്ഡ് കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലൈറ്റ് ഏൽക്കാത്ത ഭാഗത്ത് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ്, മിഡിൽ, ഹാർഡ്. ഇപ്പോൾ ഹാർഡ് എന്ന് വെച്ചാൽ ലൈറ്റ് ഏൽക്കാത്ത ഭാഗത്ത് നല്ല കടും കട്ടിയുള്ള കളർ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള കളറാണ് കൊടുക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഒരു ചിത്രം വരയ്ക്കാൻ ഏത് കളറൊക്കെ ഉപയോഗിക്കുന്നു ആ കളറിൻ്റെ 3 ടോണുകൾ എടുക്കുക. ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ ലൈറ്റ് ഓറഞ്ച്, ഡീപ്പ് ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച്, അങ്ങനെ 3 ടോണുകളായിട്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം വരച്ച് കഴിഞ്ഞു. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഡാർക്ക്നെസ് കൂട്ടി കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഐഡിയ പോലെയാണ്. നമ്മളെടുക്കുന്ന കളറിൻ്റെ ഡാർക്ക്നെസ് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഡാർക്ക് ഗ്രീൻ കൊടുക്കാം, അതുപോലെ അതിനേക്കാൾ ഡാർക്കായിട്ട് ഗ്രീൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കും തോറും ചിത്രത്തിന് ഭംഗി കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ചിത്രം ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു സാമ്പിൾ മാത്രമാണ് ഇത് കാണിക്കുന്നത്. ലൈറ്റും ഷെയ്ഡും ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചിത്രം വരച്ചത്. ഇപ്പോൾ കാണാൻ കഴിയും ലൈറ്റ് വരുന്ന ഭാഗത്തും അതുപോലെ ലൈറ്റ് ഏൽക്കാത്ത ഭാഗത്തും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ മനോഹരമാക്കി നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊടുക്കാൻ കഴിയും. നോക്കുക, ഇനി ഒരു ചിത്രം കൂടെ വരയ്ക്കാൻ പോവുകയാണ്. അതും കൂടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഇവിടെ ഞാനൊരു ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. ഒരു ചിത്രം വരയ്ക്കുകയാണ്. ക്യാരറ്റ് ആണ് വരയ്ക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി കുട്ടികൾക്കും അതുപോലെ ചിത്രങ്ങൾ വരച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടാൻ വേണ്ടി ഒരു ചെറിയൊരു ചിത്രമാണ് വരയ്ക്കുന്നത്. ലളിതമായ ചിത്രമാണ് വരയ്ക്കുന്നത്. ഒരു ക്യാരറ്റ് വരയ്ക്കുകയാണ്. ഞാനത് ചരിച്ചാണ് വരയ്ക്കുന്നത്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാം. പക്ഷേ ഏറ്റവും മനോഹരമായി വരുന്ന ഭാഗം ഏതാണോ അവിടെ നമ്മൾ ലൈറ്റ് കൊടുക്കുക. അപ്പോൾ അത് കാണാൻ ഭംഗി ഉണ്ടാകും. ഏത് ഭാഗത്താണ് നമുക്ക് ലൈറ്റ് കൊടുത്താൽ ചിത്രങ്ങൾക്ക് ഭംഗി ഉണ്ടാകുക, അപ്പോൾ അത് നമ്മുടെ കഴിവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്ത് ചിത്രത്തിന് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുക. ഞാൻ ഈ ഭാഗത്താണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റ് എവിടെയൊക്കെ വന്ന് വീഴുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ സോഫ്റ്റ് എന്നുള്ള ആ ഒരു വിഷയം മനസ്സിലാക്കുക. അവിടെ നമ്മൾ ലൈറ്റായിട്ട് കൊടുക്കുക. അല്പം കൂടെ വരുമ്പോൾ ഒരു മിഡിൽ ഭാഗത്ത് നമ്മൾ ഒന്നും കൂടെ ഡാർക്കാക്കി കൊടുക്കുക. ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ഹാർഡാകും. അവിടെ നമ്മൾ ഈ ചിത്രത്തിന് ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡാർക്ക് ടോൺ എടുത്ത് നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഭാഗത്ത് ഒരു മഞ്ഞയാണ് കൊടുക്കുന്നത്. 3 ടോണുകളാണ്. യെല്ലോ, അതുപോലെ ഓറഞ്ച്, ഡീപ്പ് ഓറഞ്ച്, എന്നുവെച്ചാൽ ഡാർക്ക് ഓറഞ്ച്, പിന്നെ അല്പം കൂടെ ഒരു ഓറഞ്ചിൽ നിന്ന് അല്പം ഡാർക്കായിട്ട്. ഞാൻ ഈ ഭാഗത്ത് യെല്ലോ കൊടുത്തു. ചില ഭാഗങ്ങൾ വൈറ്റ് വിടുന്നുണ്ട്. ഓക്കെ, ഇനി മിഡിൽ, ഇപ്പോൾ സോഫ്റ്റ് കൊടുത്ത് മിഡിൽ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ലെങ്ത്ത് കൂടിയതുകൊണ്ട് ഞാൻ അല്പം ഫാസ്റ്റ് ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് കാണുന്നത് ഹാഡാണ്. ആ ഡാർക്ക് ഭാഗത്ത് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു. ശേഷം വീണ്ടും ഒന്നുകൂടെ ഞാൻ ഡാർക്ക് കൊടുക്കുന്നു. കുറച്ച് ഡാർക്ക് പെൻസിലെടുത്തിട്ട് ഡീപ്പ് ഓറഞ്ചിൻ്റെ ഡാർക്ക് ഓറഞ്ചിൻ്റെ താഴ്ഭാഗത്ത് അല്പം കൂടെ ഞാൻ ഡാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ചിത്രങ്ങൾക്ക് ഒന്നുകൂടെ ഒരു മനോഹരമായ ചിത്രമായിട്ട് മാറും. ശേഷം ഈ ക്യാരറ്റിൻ്റെ ഇമേജ്, അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ചിത്രത്തിന് ഒരു ജീവൻ തുടിക്കും. ഡീറ്റെയിൽസ് വരയ്ക്കുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ചില ഭാഗങ്ങൾ, അവിടെ ചില എഡ്ജുകളുണ്ട്. അവിടെ ഞാനിപ്പോൾ ഡാർക്ക് കൊടുക്കുകയാണ്. ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കാണാൻ കഴിയും ചില എഡ്ജ് ഭാഗത്ത് ചില ഡാർക്ക് ആൻഡ് ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടി എടുത്തു പറയുന്നു, ഞാൻ വലിയ ചിത്രകാരനൊന്നുമല്ല. എനിക്കറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടമായാൽ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ചിത്രം പൂർത്തീകരിച്ചു. നോക്കുക, നേരത്തെ പറഞ്ഞ മെത്തേഡിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉപയോഗിച്ച് നമ്മളൊരു ക്യാരറ്റ് വരച്ചു. ഈ ചിത്രം പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയുന്നില്ല. ഒത്തിരി കുറവുകളുണ്ട്, അതൊക്കെ ക്ഷമിക്കുക. മറ്റ് ഡ്രോയിങ് വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം, നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകണം. വീണ്ടും ഇതുപോലെയുള്ള മറ്റ് ഡ്രോയിങ് വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരെ ഗുഡ് ബൈ.